ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL അതിൻ്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളാണ് ഇനിയുള്ള ഓരോ ടീമുകളുടെയും മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അധികം നിർണായകമായിട്ട് മാറുന്നതും. തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് ഇടം പിടിക്കാനുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ടീമുകൾക്കും ഇനിയും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ 2 ടീമുകളുടെ സാധ്യതകൾ ഓൾമോസ്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. മറ്റാരുമല്ല, രാജസ്ഥാൻ റോയൽസിന്റെയും CSKയുടെയും കാര്യമാണ് പറയുന്നത്. കളിച്ച 9 മത്സരങ്ങളിൽ 2 വിജയങ്ങളും 7 പരാജയവുമായി പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന 2 ടീമുകളാണ് RRും CSKയും. ഇനി ഇവർക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? മാത്തമാറ്റിക്കലി ഇനിയും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് റിയലിസ്റ്റിക്കലി എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ ഈ ടീമുകൾക്കൊക്കെ ഏറ്റവും വലിയ മോട്ടിവേഷനായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ടീമുണ്ട്. കഴിഞ്ഞ സീസണിൽ RCB നടത്തിയിട്ടുള്ള ആ ഒരു മാസ്മരിക കംബാക്ക് ഉണ്ടല്ലോ. ആദ്യം കളിച്ച 9 മത്സരങ്ങളിൽ 2 വിജയവും 7 പരാജയവുമായി RCBയും പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. പക്ഷേ മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി RCBക്ക് കഴിഞ്ഞ സീസണിൽ ഫേവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ അതേപോലൊരു തിരിച്ചുവരവ് RRും CSKയ്ക്കും നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഇനിയും മാത്തമാറ്റിക്കലി പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതെ, എങ്ങനെയാണ് ഈ ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനിയുള്ള 5 മത്സരങ്ങളിലും RRും അതുപോലെ തന്നെ CSKയും വലിയ മാർജിനിൽ വിജയിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബട്ട് നിലവിൽ ഈ 2 ടീമുകളുടെയും പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഒരൊറ്റ കളി തോറ്റാൽ മതി 100% പ്ലേ ഓഫ് കടക്കാതെ പുറത്തു പോകുന്ന ടീമുകളായിട്ട് ഇവർ മാറുന്നുള്ള കാര്യത്തിൽ പിന്നീട് ഒരു തർക്കമേ ഉണ്ടാവില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, വളരെ നേരിയ സാധ്യതകൾ മാത്രമാണ് ഈ 2 ടീമുകൾക്കും ഇനി പ്ലേ ഓഫിലേക്ക് കയറാൻ ബാക്കിയുള്ളൂ. RRും CSKയ്ക്കും ഇനി ബാക്കിയുള്ള 5 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും ആകെ എത്താൻ സാധിക്കുന്നത് 14 പോയിന്റുകളിലേക്ക് മാത്രമാണ്. മാത്രവുമല്ല, നെറ്റ് റൺ റേറ്റും അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതും ഈ 2 ടീമുകൾക്കും വളരെയധികം നിർബന്ധവുമാണ്. മാത്രമല്ല, 14 പോയിന്റുകൾ നേടുന്ന മറ്റ് ടീമുകളുടെ എണ്ണം 3ൽ കൂടരുത് എന്നുള്ളത് കൂടി സംഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 14 പോയിന്റും മികച്ച നെറ്റ് റൺ റേറ്റുമായി രാജസ്ഥാൻ റോയൽസിനും CSKയ്ക്കും പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. ഏതായാലും ഈ 2 ടീമുകളും ഒരുമിച്ച് ഏതായാലും പ്ലേ ഓഫിലേക്ക് കയറാൻ പോകുന്നില്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, RCB ടീമുകൾക്ക് ഇപ്പോൾ തന്നെ 12 പോയിന്റുകളായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ടീമുകൾക്ക് ഇനിയും 5 മത്സരങ്ങൾ ബാക്കിയുണ്ട് താനും. 2ഓ അതിലധികമോ മത്സരങ്ങൾ ഈ ടീമുകൾ വിജയിച്ചാലും രാജസ്ഥാൻ റോയൽസിനും CSKയ്ക്കും ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും എന്നുള്ളത് കൂടി മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. സോ ഈ 2 ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല, ഇനിയും നേരിയ സാധ്യതകൾ ബാക്കിയുണ്ട്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.